ജഡ്ക, എവിടുന്നാ ഈ കള്ളൻ കള്ളൻ എന്നുള്ള ശബ്ദം കേൾക്കുന്നത്? ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഈ ശബ്ദം അടുത്ത് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറയില്ല. അയാൾ എന്റെ സുഹൃത്താണ്. ഞാൻ ഒരിക്കലും പറയില്ല. ആ കള്ളനിപ്പോ എന്താ പറഞ്ഞ? അത് കള്ളനായിരുന്നോ? അവൻ പറഞ്ഞു. ഞാൻ പറയാം, നിങ്ങൾ ചെവി തുറന്ന് കേട്ടോളൂ. പറയില്ല. അവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, ഒരിക്കലും പറയില്ല. അടിക്കവരെ, കള്ളൻ ഇവരുടെ കൂട്ടുകാരനാ. പൊളിച്ചെടുത്തല്ല. ഇവന്മാരെന്തിനാ നമ്മളെ തല്ലിയത്? എന്റെ രോഗികളാണെങ്കിൽ സത്യം രാവിലെ ഇങ്ങനെ ഇടി മേടിക്കുന്നത് അത്ര നല്ലതല്ല. ദിവസം മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ചെവി തുറന്ന് കേട്ടോളൂ. അദ്ദേഹം എന്റെ സഹോദരനാണ്. ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ഞാൻ പറയില്ല. ഇനി ചോദിച്ചാൽ ചെകിട്ടം നോക്കി ഓർമ്മ ഞാൻ പൊട്ടിക്കും. പിന്നെന്താ പറഞ്ഞേ? വേഗം പറ. ഞാൻ പറഞ്ഞു തരാന്നേ, നിങ്ങളൊന്ന് ചെവി തുറന്ന് കേട്ടോളൂ. അതെന്റെ ചേട്ടനാണ്. ആര് ചോദിച്ചാലും പറഞ്ഞു തരില്ല. പിന്നെയും ചോദിച്ചാ അവന്റെ മുഖത്തിനിട്ട് 2 തരും. ഇവന്റെ സഹോദരനാന്ന്. അടിക്ക് അവന്റെ തല നോക്കി. അടി. എന്റെ അമ്മേ, എന്റെ അത്തിമാർ, അമ്മച്ചിയെ, എന്റെ മൊട്ടത്തല. ബാക്കിയുള്ളവര് രാവിലെ ചായ കുടിക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇടി കൊള്ളുവാണല്ലോ. എന്റെ കണ്ണാടിയുടെ ഫ്രെയിം ഒടിഞ്ഞു പോയി. ഇടി വെട്ടിയവന്റെ തലയില് പാമ്പ് കടിച്ചതുപോലെ ആയില്ലേ? ഈ ഫ്രെയിം എങ്ങനെ നന്നാക്കാനാ? കയ്യിലാണെങ്കിൽ കാശുമില്ല. ഓയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ കയ്യിൽ ഒരുപാട് കണ്ണടകളുണ്ട്. ആണോ? എന്റെ മുത്തശ്ശനെ കണ്ണട നന്നാക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. പുരാതനമായ കണ്ണടകളുടെ ശേഖരം തന്നെ എന്റെ അടുത്തുണ്ട് പത്ലു. അതൊക്കെ ഞാൻ എന്റെ ഗോഡൌണിൽ വെച്ചിരിക്കുക. വാ ചങ്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാ അതിൽ നിന്ന് എടുത്തോളൂ. താങ്ക് യു ഡോക്ടർ ജഡ്ക. ഇത് പൊളിച്ചു. Lights, camera, and action! Hey, stop! I say stop it! ഏതാടാ ഈ കോമാളി? അറിയില്ല ബോസ്, കണ്ടിട്ട് പത്തിലൂനെ പോലെ ഉണ്ട് അല്ലേ? പത്തിലുവാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ തരത്തിന് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? സ്പീഡിലേക്ക് വിട്ടേക്കാം. കൊള്ളാം ബോസ്, കൊള്ളാം. എത്ര നല്ല കവിതയാ. ഈ കവിത പ്രാർത്ഥന കൊണ്ട് ഞാൻ തോറ്റു. ഒന്ന് മിണ്ടായിരിക്കടാ. പൊളിച്ചു. Lights, camera, and action! ഇവനെന്താ സൂപ്പർ മാനാണോ അതോ മാജിക് കാരനാണോ? ഓടിക്കോ, വിട്ടോടാ. വണ്ടി ആരാ ഓടിക്കുന്നേ? ഞാനാ ഓടിക്കുന്നേ. എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ആ ബാഗിന് നല്ല ഭാരമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ കൊണ്ടുപോയി നിങ്ങൾക്ക് ഭാരം ഉണ്ടാവില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പൊളിച്ചു. ലൈറ്റ്സ്, ക്യാമറ, ആൻഡ് ആക്ഷൻ. പൊളിച്ചു. The name is ചിങ്കം. ചിങ്കത്തിന്റെ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. പറഞ്ഞോ, നീ ഇപ്പൊ എന്താണ് മോഷ്ടിച്ചത്? ഞങ്ങളൊന്നും മോഷ്ടിച്ചില്ല സാറേ. ആ 10 രൂപ ഞങ്ങളുടെ എല്ലാ പൈസ എടുത്തോണ്ട് പോയത്. സത്യമാ സാറേ. 10 രൂപ നിന്റെ അടുത്ത് കാശ് അടിച്ചു മാറ്റിയതോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ സാറേ, ആ 10 രൂപ ഉണ്ടല്ലോ, അവൻ മാജിക്കാരനാ. അവന് എന്തൊക്കെയോ ശക്തി കിട്ടിയിട്ടുണ്ട് സാറേ. അവൻ അമാനുഷിക ശക്തികളുണ്ട് സാറേ. 2 ബാഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചതാ. എന്ത്? ഇംപോസിബിൾ. ഈ കാർ എവിടുന്ന് കിട്ടിയതാ? പൊളിച്ചു. മേടിച്ചതാണ് കറങ്ങാൻ പോകാൻ. വാ, നമുക്ക് കറങ്ങാൻ പോവാം. പക്ഷെ ഇത്രയും വലിയ കാർ നീ എവിടുന്നാ മേടിച്ചത്? അതിന് മാത്രം പൈസ എവിടുന്ന് കിട്ടി? പൈസ ആകാശത്ത് നിന്ന് വന്നു. ഇതുപോലെ
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജോൺ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു, ഇവൻ ജോണിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചു. നിങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പൊ ഒരു കള്ളനായി മാറിയിരിക്കുകയാണ്. ഇത് പത്തുലോവാൻ വഴിയില്ല. സത്യം പറഞ്ഞോ, ആരാണ് നീ? പറഞ്ഞോ 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 പറഞ്ഞോ. ഞാനാണ് റൂപിക് റാണി. പിന്നെ കള്ളന്മാരുടെ രാജാവ്. ഹാൻഡ്സ് അപ്പ് പത്തുലു. അവിടുന്ന് അനങ്ങിയാൽ അപ്പൊ ഞാൻ വെടിവെക്കും. നോ നോ, വെടിവെക്കരുത്, വെടിവെക്കരുത് പ്ലീസ്. I am ready to shoot. കണ്ണ് കൊള്ളിച്ച 10 പോയിന്റ്. ഇപ്പൊ 5 പോയിന്റ്. അവസാനം ടോട്ടൽ നോക്കുമ്പോ 50 പോയിന്റ്. നോട്ട് ബാഡ്. ഇപ്പൊ മുകളിലേക്ക് വെടിവെച്ചോ. 5 ബുള്ളറ്റ് കൊണ്ട് 10 തേങ്ങയോ? നിങ്ങൾ ആകാശത്തേക്ക് വെടിവെക്കേണ്ട ആള് തന്നെയാ. പൊളിച്ചു. ബൈ ബൈ. ഇതിന്റെ അർത്ഥം എന്റെ മുത്തശ്ശൻ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. ഞാൻ അന്ന് വിശ്വസിച്ചിരുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞിരുന്നു മുത്തശ്ശന്റെ അടുത്ത് ഒരു മാന്ത്രിക കണ്ണടയുണ്ടെന്ന്. അത് വെച്ചു കഴിഞ്ഞാലേ മനുഷ്യന്റെ അകത്തുള്ള ചെകുത്താൻ പുറത്തു ചാടുമെന്നും പറഞ്ഞിരുന്നു. ആ ചെകുത്താൻ എന്ത് ചെയ്യാനും മടി കാണിക്കില്ലെന്ന്. എനിക്ക് തോന്നുന്നത് പത്തിലും ആ കണ്ണട എടുത്ത് വെച്ചെന്നാ. പൊളിച്ചെടുത്തല്ലോ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ആ കണ്ണാട പത്തിലൂടെ മുഖത്ത് നമുക്ക് ഊരിയെടുക്കണ്ടേ? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. ആ കണ്ണാട ഞാൻ ഊരിയെടുക്കാം. അവന്റെ അടുത്തുനിന്ന് കണ്ണട വാങ്ങാന്ന് പറയുന്നേ അത്ര എളുപ്പമല്ല. എന്റെ കയ്യിലുള്ള ഒരു ഗണ്ണ് വെച്ച് അവന്റെ കണ്ണട തിരിച്ചു വാങ്ങിക്കാൻ പറ്റും. വാ നമുക്ക് പോകാം, വരൂ. ആ കണ്ണട എന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഈ ലോകം തന്നെ എന്റെ കാൽ കീഴിലാവും. പിന്നെ ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ആഹാ, ഞാനിപ്പോ ഹീറോ ആയി കഴിഞ്ഞു. എന്റെ ഫാൻസ് ഇപ്പൊ എന്റെ പുറകില് വരുന്നുണ്ട്. ആ ഫാൻസിനൊക്കെ ഇപ്പൊ ഫാൻ ആക്കാനുള്ള സമയം ദേ വന്നു കഴിഞ്ഞു. ദേവനെന്തിനാ വണ്ടി നിർത്തിയത്? ഇപ്പൊ ഞെട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യാം. പൊളിച്ചു. ലൈറ്റ്, ക്യാമറ ആൻഡ് ആക്ഷൻ. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വിടില്ല ഞാൻ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു സ്റ്റോപ്പ്. താനിത് എങ്ങോട്ടാ വെടിവെക്കുന്നത്? മോട്ടു, നിന്റെ ഉന്നം വളരെ കൃത്യമായിരുന്നു. എന്റെ അമ്മോ, മോട്ടു ഉന്നം നമുക്കിട്ട് പണി തന്നു. ഓടിക്കോ. പൊളിച്ചേ. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. എന്റെ അമ്മോ, ഓടിക്കോ. തലകീഴായുള്ള കാണുന്നത്. കാരണം എന്റെ അമ്മച്ചി നമ്മള് തലകുത്തനെയാണ് വണ്ടി ഓട്ടിക്കുന്നത്. നേരെ നേരെ മറിഞ്ഞ്, നേരെ മറിഞ്ഞ്, നേരെ മറിഞ്ഞ്, നേരെ. നേരെ മറിഞ്ഞ്, നേരെ മറിഞ്ഞ്. പൊളിച്ചു. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. അയ്യോ രക്ഷിക്കണേ, എന്റെ എല്ലാ സാധനങ്ങളും അടിച്ചോണ്ട് പോയേ. പൊളിച്ചു. പത്തലു, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ വിചാരിച്ചാൽ ഈ തോക്ക് കൊണ്ട് നിന്റെ ശക്തികൾ നിർവീര്യമാക്കാൻ കഴിയും. പിന്നെ ഞങ്ങൾക്ക് കണ്ണട സ്വന്തമാക്കാനും കഴിയും. ഇതാണ് ലോകം. പൊളിച്ചേ. പത്തലു ഒരു വട്ടായെന്നാ തോന്നുന്നേ. അവന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ആ കണ്ണട അങ്ങോട്ട് എളുപ്പത്തിൽ കരസ്ഥമാക്കാം. ഓക്കേ വല്യേട്ടാ. പത്തിലോ, നീ വളരെ നല്ല മനുഷ്യനാണ്. ആദ്യം കണ്ണാടി ഒന്ന് അഴിക്ക്. ആദ്യം നീ കുറച്ച് കാറ്റ് കൊള്ളേ. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. പൊളിച്ചേ, പൊളിച്ചേ.
അത് കണ്ടോ, മോട്ടു അവന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് കണ്ണാട ഊരാൻ നോക്കുന്നത്. അവനെ വിട്ടാൽ പത്ലു അപ്പൊ തന്നെ അവിടുന്ന് മുങ്ങും. എന്റെ അമ്മോ, എന്റെ കണ്ണാടി എവിടെയാ? എന്തായാലും ആ കണ്ണാടി പോയത് നന്നായി. പക്ഷെ ആ കണ്ണാടി എവിടെയാ പോയത്? ദാ നോക്കൂ, ഇങ്ങോട്ട് വരുന്നു. ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ. ആരും വിടരുത്, തീർക്കണം, തട്ടിക്കളയണം. ഓടിക്കോ, ഓടിക്കോ. ഓടിക്കാം.